ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപഴം വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഒന്ന് വട്ടത്തിൽ കനം കുറഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശർക്കര പാനി തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനി തയ്യാറാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യും ഈ പഴവും കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അതുവരയ്ക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പം നെയ്യും പഴമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച അതേ പാനിലേക്ക് തന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ശർക്കര പാനി ഒന്ന് അരിച്ച ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തേങ്ങയും ആ ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യിലൊക്കെ ഒന്ന് വാട്ടിയെടുത്ത പഴം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിൽ കടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഈത്തപ്പഴം ഒന്ന് കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂസ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല ടേസ്റ്റുള്ളൊരു പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന, നമുക്ക് മധുരമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പഴം വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.